ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം രാപകൽ തന്നോട് നിലവിളിക്കുന്നവർക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്നുള്ളതാണ് ഈ തിരുവചന ഭാഗത്തെ അന്തസത്ത. അവിടുന്ന് അവരെ സഹായിക്കാൻ താമസിക്കുമോ എന്ന കർത്താവിൻ്റെ ചോദ്യം നമ്മെ ചിന്തിപ്പിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തെയും കരുതലിനെയും ഈ വചനഭാഗം എടുത്തു കാണിക്കുന്നു. ഒരു നീതിരഹിതനായ ന്യായാധിപൻ പോലും നിരന്തരമായ അഭ്യർത്ഥനകൾക്ക് വഴങ്ങിയെങ്കിൽ കരുണാസമ്പന്നനായ നമ്മുടെ പിതാവ് തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിലെ സ്ഥിരോത്സാഹത്തിൻ്റെ ആവശ്യകതയാണ്. സഹോദരങ്ങൾ, ഇന്നത്തെ ലോകത്തിൽ നാം നേരിടുന്ന പാപത്തിൻ്റെയും തിന്മയുടെയും വെല്ലുവിളികൾ നിരവധിയാണ്. അനീതിയും അക്രമവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിശ്വാസികൾക്ക് പ്രാർത്ഥനയല്ലാതെ മറ്റൊരു വഴിയില്ല, ഒരു ശരണമാർഗമില്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും നേരിടുന്ന പ്രതിസന്ധികളിൽ നാം പലപ്പോഴും നിരാശരായി പിന്മാറാൻ പ്രലോഭിതരായി എന്ന് വരാം. എന്നാൽ ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പ്രാർത്ഥനയിൽ തളരാതെ മടുക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണം. നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരുവന് മാത്രമേ തിന്മയുടെ ശക്തികളെ അതിജീവിക്കാൻ കഴിയൂ. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനുള്ള ഒരുക്കത്തിൻ്റെ പ്രാധാന്യവും ഈ വചനങ്ങൾ നൽകുന്ന സന്ദേശത്തിലുണ്ട്. കർത്താവ് പെട്ടെന്ന് വന്നേക്കാം. അപ്പോൾ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് അവിടുന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം നാം ഓരോരുത്തരും, ഞാനും നിങ്ങളും സ്വയം ചോദിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമാണോ? പ്രകടമാകുന്നുണ്ടോ? ലോകത്തിൻ്റെ സുഖലോലുപതയിലും ഒഴുകി നാം പ്രാർത്ഥന ഉപേക്ഷിച്ച് വിശ്വാസം നഷ്ടപ്പെടുത്തരുത് സഹോദരങ്ങളെ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ വർത്തിക്കുകയും ദൈവത്തിൻ്റെ നീതിക്കായി ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് അവിടുന്ന് നിത്യജീവനും സമാധാനവും നൽകും. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.